നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? അല്ല, പട്ടിണി കിടക്കുന്നവരെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിനാണ് ഞാൻ പട്ടിണി കിടക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ കുരുന്നു മനുഷ്യ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി നിലവിളി കൂട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? വിശന്നൊട്ടിയ വയറുമായി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിങ്ങളുടെ മുന്നിൽ പാത്രം നീട്ടി യാചിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്തൊരു ദയനീയമായിരിക്കും അത്. ഹൃദയമുള്ളവന് നെഞ്ചു പിടയുന്ന കാഴ്ചയല്ലേ അത്. സുഭിക്ഷമായി 4ഉം 5ഉം നേരം വയറു നിറച്ച് ഭക്ഷണം കഴിച്ചും ബാക്കി വരുന്ന ഭക്ഷണം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞും ശീലിച്ചു പോയ നമ്മുടെ മനസ്സിൽ ഈ ദുരവസ്ഥ രൂപപ്പെടുത്താൻ വലിയ പ്രയാസമാകും. ഒരു ചെറിയ റൊട്ടി കഷ്ണത്തിന് വേണ്ടി വരി നിൽക്കുന്ന കുരുന്നിന്റെ പാത്രത്തിലേക്ക് മിസൈലുകളും ഗ്രനേഡുകളും വന്ന് വീഴുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലായാലും മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ക്രൂരത വെച്ചു പൊറുപ്പിക്കാൻ പറ്റാത്തതാണ്. സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ ഗസ ഉന്മൂലന നയത്തിന് അന്ത്യം കുറിക്കാൻ സമയമായിരിക്കുന്നു. ലോകമേ, നിങ്ങൾ ഉണരുക. ഫലസ്തീൻ മക്കളോടൊപ്പം നമുക്ക് ഒന്നിച്ചു നിൽക്കാം. എല്ലാ വൈര്യവും മറന്ന് നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാം, മനുഷ്യത്വത്തിന് വേണ്ടി.